വളരെ ബാല്യകാലത്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ അതുണ്ട്. എന്റെ ബാല്യകാലം എന്ന് പറഞ്ഞാല് നന്നായി കഥ പറയുന്ന ഒരു അച്ഛമ്മ ഉണ്ടായിരുന്നു എനിക്ക്. അച്ഛനും കവിയായിരുന്നു. അപ്പൊ ഈ അച്ഛൻ നന്നായി പാടും കവിതകളൊക്കെ. എല്ലാം മലയാളം കവിതകള് ഇപ്പൊ പൂതപ്പാട്ട് ഇടശ്ശേരി തൊട്ടിട്ട് അക്കിത്തം, അതുപോലെ ഒരുപാട് കവികള് പറയാൻ വയ്യ, അത്രയും കവികളെ നന്നായി ട്യൂണില് പാടി കേൾപ്പിക്കും. പിന്നെ അച്ഛമ്മ പറഞ്ഞ നന്നായി കഥ പറയും. എല്ലാം ഞങ്ങൾ ഒരു 8-9 വയസ്സാകുമ്പോഴത്തേന് തന്നെ മഹാഭാരതവും രാമായണം, പിന്നെ അതുപോലെ ഭഗവത്ഗീത, അങ്ങനെ എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞുതരും. കഥകള് രാമായണമൊക്കെ ഫുള്ള് ബൈഹാർട്ട് പോലെ പറഞ്ഞുതരും. അപ്പൊ ഇതെല്ലാം മനസ്സിൽ കേറിയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, മനസ്സിൽ എന്തെങ്കിലും കൊള്ളണ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കോറിയിടൽ ഒരു സ്വാഭാവിക കാര്യം. വളരെ കുഞ്ഞിലേ ഉണ്ട്. അതുകൊണ്ട് ഏത് ടൈമിലെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഈ അച്ഛൻ നന്നായി കവിത എഴുതും, ലളിതഗാനം എഴുതും. വീട്ടിലൊരു നാടക റിഹേഴ്സലൊക്കെ നടന്നായിരുന്നു. അപ്പൊ ഇതൊക്കെ മനസ്സിൽ എപ്പോഴും ഈ ഒരു സർക്കിളിൽ ജീവിക്കുന്ന കാരണം എപ്പോഴും എന്തെങ്കിലും ഒരു ഇഷ്ടമില്ലായ്മകള് വന്നാലും അതെ, സന്തോഷം അധികം വന്നാലും ഒക്കെ ഒരു കോറിയിടല്ല, വരച്ച് എഴുതിയിടും വരികള്. ഒരു 4-5 വരികൾ എഴുതിയിടും. പിന്നെ ഒരാളോട് പിണങ്ങിയാലും, കുട്ടിയാകുമ്പോഴുള്ളതല്ലേ, പിണങ്ങിയാലും കോറിയിടും. അപ്പൊ ഏത് കാലത്താണ് ഇത് രൂപം പ്രാപിച്ചു വെച്ചാൽ കുറച്ച് വളർന്നിട്ട് തന്നെയാണ്. ഒരു എഴുതല് മുന്നേ തുടങ്ങി, ആർക്കും കാണിച്ചു കൊടുക്കില്ല. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ട് എന്ന് മാത്രം. വളരെ കുഞ്ഞിൽ തന്നെ എഴുതുമായിരുന്നു, ആർക്കും കാണിച്ചു കൊടുക്കില്ല. കുറച്ച് കഴിഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പഠിക്കുന്ന